എഡിറ്റോറിയൽ 2020 നവംബർ 23 തിങ്കൾ. 32 വകുപ്പും 14 വകുപ്പും. നീതിന്യായ രംഗത്തെപ്പറ്റി സമൂഹത്തിൽ ഉയർന്ന വിമർശനങ്ങൾ സുപ്രീം കോടതി ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നല്ല സൂചനയാണ്. വ്യക്തികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട സംഭവങ്ങളിൽ ക്രിയാത്മക നീക്കങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എങ്കിലും ജുഡീഷ്യറിയുടെ ഉന്നത തലങ്ങളിൽ പുതിയ ജാഗ്രതയുടെ ലക്ഷണങ്ങൾ കാണുന്നതായി തോന്നുന്നു. സിദ്ദീഖ് കാപ്പന് ജാമ്യം നൽകുന്നതിനെപ്പറ്റി വന്ന മാധ്യമ റിപ്പോർട്ടുകൾ കടന്നുപോയെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലെ ന്യായാന്യായങ്ങൾ എന്തായാലും സമൂഹത്തിന്റെ പ്രതികരണങ്ങൾക്ക് കോടതി ചെവി കൊടുക്കുന്നത് സന്തോഷകരം തന്നെ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തബ്ലീഗ് ജമാഅത്തിനെതിരെ ചില മാധ്യമങ്ങൾ നടത്തിയ വർഗീയ പ്രചാരണം സുപ്രീം കോടതിയിൽ കേസായപ്പോൾ കോടതി നടത്തിയ ഇടപെടലും നീതി ആഗ്രഹിക്കുന്ന സമൂഹം സ്വാഗതം ചെയ്യും. വിദ്വേഷ പ്രചാരണം നടത്തിയ ചാനലുകളുടെ കാര്യം മറച്ചുവെച്ചു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സമർപ്പിച്ച സത്യവാങ്മൂലത്തെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് തുറന്നാക്ഷേപിച്ചു. വാങ്മൂലം തിരുത്താൻ കേന്ദ്രം തയ്യാറാകേണ്ടി വന്നു. ജനാധിപത്യ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ജുഡീഷ്യറിക്ക് സാധിക്കേണ്ടതുണ്ട്. കേസുകൾ പെരുകുകയും കോവിഡ് കാലം പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും അതോടൊപ്പം അവകാശ നിഷേധങ്ങൾ വ്യാപകമാവുകയും ചെയ്ത പ്രത്യേക സന്ദർഭം കോടതികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നത് ശരിയാണ്. എന്നാൽ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇതൊന്നും മതിയായ കാരണമല്ല. അതുകൊണ്ടാണ് കോടതിയിൽ നിന്നുള്ള ശുഭസൂചനകൾ ആശ്വാസം പകരുന്നത്. പ്രധാനമായും ഭരണഘടനയുടെ 2 വകുപ്പുകൾ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. 32 വകുപ്പും 14 വകുപ്പുമാണവ. ഭരണകൂടം വ്യക്തിയുടെ അവകാശം ഹനിക്കുമ്പോൾ അതിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള വകുപ്പാണിത്. ഹേബിയസ് കോർപ്പസ് റിട്ട് ഹർജിയിലൂടെയും മറ്റും സുപ്രീം കോടതിയെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അന്തിമാഭയമാക്കുന്നത് ഈ വകുപ്പാണ്. ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി ഒരെണ്ണം ചൂണ്ടിക്കാട്ടാൻ ആവശ്യപ്പെട്ടാൽ താൻ ഈ വകുപ്പാണ് കാണിക്കുക എന്ന് അംബേദ്കർ പറഞ്ഞത് അതിന്റെ വില അറിഞ്ഞുകൊണ്ടു തന്നെയാണ്. ഭരണഘടനയുടെ കാതലാണത്, ഹൃദയമാണത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വകുപ്പ് പ്രകാരമുള്ള ഹർജികൾ നിരുത്സാഹപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന ചീഫ് ജസ്റ്റിസ് ബോബ്ഡെയുടെ വാക്കുകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. സിദ്ദീഖ് കാപ്പന്റെ ജാമ്യഹർജി പരിഗണിക്കവെയായിരുന്നു ഈ പരാമർശം. 32 വകുപ്പിനോടുള്ള ഈ താൽപര്യക്കുറവ് ഭരണഘടനാ പ്രകാരം ന്യായീകരിക്കാനാവുന്നതല്ല. അടുത്ത കാലത്തായി 32 വകുപ്പ് ഹർജികൾ വല്ലാതെ കൂടുന്നതാണത്രേ കോടതിയെ മാറി ചിന്തിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ അത്യാചാരം കൂടുന്നതിന് ഇരകൾ സഹിച്ചുകൊള്ളണമെന്ന സമീപനം നീതിയുക്തമല്ല. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ലഭ്യമാക്കാനുള്ള അനുപേക്ഷണീയമായ മാർഗമാണ് 32-ാം വകുപ്പ്. നീതിന്യായ രംഗത്ത് നാഴികക്കല്ലായ ഒരുപാട് കോടതി വിധികൾ വന്ന വഴിയുമാണത്. ഭരണഘടനാ വ്യവസ്ഥകൾ സാഹചര്യമനുസരിച്ച് വെട്ടിക്കുറക്കാനോ ദുർബലപ്പെടുത്താനോ സുപ്രീം കോടതിക്ക് അധികാരമില്ല. നീതി നൽകുന്നതിൽ കാലതാമസം പോലും നീതി നിഷേധമാണു താനും. 20-21 വകുപ്പുകൾ ഒഴിച്ച് മൗലികാവകാശങ്ങൾ തൽക്കാലം നീക്കാൻ അടിയന്തരാവസ്ഥയിൽ മാത്രമാണ് അനുവാദമുള്ളത്. ജോലി തിരക്കും കേസുകളുടെ ആധിക്യവും അതിന് ഒഴികഴിവല്ല. ജോലിഭാരത്തിന് പരിഹാരം കാണേണ്ടത് മറ്റു നിലക്കാണ്. ഹരിത ബെഞ്ചുകൾ പോലെ പ്രത്യേക ഇനം കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമെല്ലാം അങ്ങനെ വന്നതാണ്. നീതി നിർവഹണത്തിന്റെ മറ്റൊരു അനിവാര്യ താൽപര്യമാണ് 14-ാം വകുപ്പ് നിഷ്കർഷിക്കുന്ന നിയമത്തിനു മുന്നിൽ തുല്യത എന്ന തത്വം. നിയമത്തിനു മുന്നിലുള്ള സമത്വം, നിയമങ്ങളുടെ സമമായ സംരക്ഷണം ഒരു വ്യക്തിക്കും നിഷേധിച്ചുകൂടാ എന്നാണ് ആ വകുപ്പ് അനുശാസിക്കുന്നത്. ജാമ്യ ഹർജികൾ തീർപ്പാക്കുന്നതിൽ സുപ്രീം കോടതിക്ക് ഈയിടെ സംഭവിച്ച പിഴവ് ഭരണഘടനയോട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്നു എന്നർത്ഥം. ഇന്ന് വിചാരണ തടവുകാരായി വിവിധ ജയിലുകളിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ സമാഹരിച്ചാൽ അഭിമാനിക്കാവുന്ന ചിത്രമല്ല തെളിയുക. 97 പേരെ കൊന്നതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ബാബു ബജ്റാങ്കിക്ക് ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം നൽകിയ അതേ വ്യവസ്ഥിതിയിലാണ് കെട്ടിച്ചമച്ച കേസിൽപ്പെട്ട വരവര റാവുവും സ്റ്റാൻ സ്വാമിയും അബ്ദുൽ നാസിർ മാദനിയുമടക്കം അസംഖ്യം പേർ രോഗാതുരരായി യാതനയനുഭവിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസുകൾ ലിസ്റ്റ് ചെയ്യുന്നതിലെ വിവേചനത്തെപ്പറ്റി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ദുഷ്യന്ത് ദവെയും അഡ്വക്കേറ്റ്
റീപക് കൻസലുമടക്കം പരാതിപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. ഇക്കാര്യത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസ്യത സുപ്രീം കോടതി വീണ്ടെടുക്കണം. ഒരു ജുഡീഷ്യൽ സമിതിയെ നിശ്ചയിച്ച് കഴിഞ്ഞ 2-3 വർഷത്തെ ജാമ്യ ഹേബിയസ് കോർപ്പസ് ഹർജികളുടെ കണക്കും ഓരോന്നും എപ്പോൾ സമർപ്പിച്ചു, എപ്പോൾ വിചാരണയും തീർപ്പും നടന്നു തുടങ്ങിയ വിവരങ്ങളും ശേഖരിച്ചാൽ പരിഹരിക്കാനുള്ള പിഴവുകൾ കണ്ടെത്താനാകും. രാജ്യവാസികളുടെ ആശ്രയമാകേണ്ട ജുഡീഷ്യറി അവരോടും ഭരണഘടനയോടുമുള്ള ഉത്തരവാദിത്വം ഗൗരവബുദ്ധിയോടെ നിർവഹിക്കും എന്നു തന്നെ രാജ്യം പ്രതീക്ഷിക്കുന്നു.